നോക്കട്ടെ എൻ്റെ തന്നെ. ഉണ്ട് ഉണ്ട് എൻ്റെ തന്നെ കേട്ടോ. ഏനാ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നല്ല സഹോദരങ്ങളെ, ഹലോ ചെക്ക്, ഹലോ ടെസ്റ്റിംഗ്, ഹലോ. മാമലകളോർസലേമിൻ്റെ ചുറ്റുമതിലായിടുന്നപ്പോ എൻ്റെ നായകൻ പരിപാലകൻ മറച്ചിടുമെന്നെത്തൻ ചിറകതിനാൽ എൻ്റെ നായകൻ പരിപാലകൻ മറച്ചിടുമെന്നെത്തൻ ചിറകതിനാൽ എൻ്റെ ജീവിത താളമതായിരുന്നു. എൻ്റെ ജീവിത താളമതായിരുന്നു. എൻ്റെ ഇടയൻ എന്നെ നടത്തും. എൻ്റെ ഉള്ളം കലങ്ങുകില്ല.
ഇന്നീ തിരുബലിവേദിയിൽ സോദര സ്നേഹത്തിൻ ബലിയണയ്ക്കാം. അണയൂ സ്നേഹമോടൊന്നായി ഒരുമയിലൊരു മനമായി ഉണരൂ തിരികൾ തെളിക്കൂ നാഥനെ വരവേൽക്കാം. ഇന്നീ തിരുബലിവേദിയിൽ സോദര സ്നേഹത്തിൻ ബലിയണയ്ക്കാം. അണയൂ സ്നേഹമോടൊന്നായി ഒരുമയിലൊരു മനമായി ഉണരൂ തിരികൾ തെളിക്കൂ നാഥനെ വരവേൽക്കാം. കൂടാരം അനുരഞ്ജനത്തിൻ കേദാരം. ഈ സമാഗമ കൂടാരം അനുരഞ്ജനത്തിൻ കേദാരം. ദൈവത്തിൻ സ്നേഹിതരാകാം ദ്യോപിൻ അനുഭവമേകും സ്നേഹത്തിൻ തിരുബലിദാനം. ഇതു ദൈവം നൽകും സമ്മാനം. ഇന്നീ തിരുബലിവേദിയിൽ സോദര സ്നേഹത്തിൻ ബലിയണയ്ക്കാം. അണയൂ സ്നേഹമോടൊന്നായി ഒരുമയിലൊരു മനമായി ഉണരൂ തിരികൾ തെളിക്കൂ നാഥനെ വര
590 വിശുദ്ധ അന്തോണീസിൻ്റെ ചരമദിന തിരുനാളിൻ്റെ നടുവിലാണ് നമ്മൾ. ഏതാനും മണിക്കൂറുകൾ കൂടെ ജൂൺ 13 എന്ന് പറയുന്നൊരു ദിവസം അവസാനിക്കാനുള്ളൂ. ഏറ്റവും അനുഗ്രഹീതമായ ഈ ദിവസം രാവിലെ മുതൽ ഓൺലൈനിലൂടെ പരിശുദ്ധ കുർബാന നമ്മൾ സംപ്രേക്ഷണം ചെയ്യുകയായിരുന്നു. ഭവനങ്ങളിലിരുന്നും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലും ഭക്തിപൂർവ്വം കഴിഞ്ഞ കുർബാനകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. തിരുനാളിന്റെ സമാപന ബലിയിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ അന്തോണീസിന്റെ ഈ തീർത്ഥാടന ദേവാലയത്തിൽ 2021 ആണ്ട് ജൂൺ മാസം 13 തീയതി തിരുനാളിന്റെ സമാപന ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആലപ്പുഴ രൂപതയുടെ കാറ്റഗിസം മുൻ ഡയറക്ടർ ബഹുമാനപ്പെട്ട റെൻസൻ പൊള്ളയിലച്ഛനാണ്. നമുക്ക് വേണ്ടി ഇവിടെ വന്ന് ബലി അർപ്പിക്കാൻ അച്ഛൻ കാണിച്ച മനസ്സിന് അച്ഛന്റെ കരുതലിന് ഏറെ സ്നേഹപൂർവ്വം നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഈ തിരുനാൾ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പേരില് അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛനോട് ചേർന്ന് വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം തേടി നമുക്ക് ഒരുമിച്ച് ോടെ എല്ലാവരെയും ഈ ദിവ്യ ബലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശ്വര ഒത്തിരി സ്നേഹബഹുമാനപ്പെട്ട സനുവച്ച, ഡീക്കൺ ഡെറിൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ നല്ല സഹോദരങ്ങളെ, ആദ്യമേ തന്നെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും തിരുനാൾ ആശംസകൾ നേരുന്നു. വിശുദ്ധ അന്തോണീസിൻ്റെ വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും വീടുകളിലായിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ പ്രത്യേകം ഓർക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഒത്തിരി അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അസാധ്യ കാര്യങ്ങളിലെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനന്തമായ സ്നേഹം പ്രകടമാകുന്ന ഈ ദിവ്യയാഗം യഥായോഗ്യം അർപ്പിക്കുന്നതിന് ചെയ്തുപോയ എല്ലാ തെറ്റുകളും പാപങ്ങളോർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെല്ലാവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ
ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ. അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപമികന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപമികന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങുതാനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പാതുവായിലെ വിശുദ്ധ അന്തോനിയെ സമുന്നത സുവിശേഷ പ്രഘോഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മധ്യസ്ഥനുമായി അങ്ങേ ജനത്തിന് അങ്ങ് നൽകിയല്ലോ. ഈ വിശുദ്ധൻ്റെ സഹായത്താൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രബോധനങ്ങൾ പിഞ്ചെന്ന് എല്ലാ പ്രതിസന്ധികളിലും അങ്ങയെ സഹായകനായി ഞങ്ങൾ അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായന 61-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്.
പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീരിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. യഹോവയാം ദൈവമെൻ ഇടയനത്രേ, ഇകത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമെൻ ഇടയനത്രേ, ഇകത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൽ മൃദുശൈകളിൽ അവനെന്നെ കിടത്തുന്നു. സ്വച്ഛതയാർന്നോരുറവിങ്കലേക്ക് അവനെന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടില്ല. ഉന്നതനെന്നോട് കൂടെയുണ്ടല്ലോ, തന്നിടും ആശ്വാസം തന്മടിമേ. യഹോവയാം ദൈവമെൻ ഇടയനത്രേ, ഇകത്തിലെനിക്കൊരു കുറവുമില്ല. എനിക്കൊരു വിരുന്നവൻ ഒരുക്കിടുന്നു, എന്നുടെ വൈരികൾ നടുവിൽ. എനിക്കൊരു വിരുന്നവൻ ഒരുക്കിടുന്നു, എന്നുടെ വൈരികൾ നടുവിൽ. ശിരസിനെ എന്നും തൃക്കൈകളാ അഭിഷേകം ചെയ്യുന്നു. എന്നുടെ പാന പാത്രമെന്നെന്നും നിറഞ്ഞിടും നന്മതൻ കരുണയാലേ. നന്മയും കരുണയുമെന്നായുസ്സിൽ പിന്തുടർന്നിടുന്നു അനുദിനവും. നന്മയും കരുണയുമെന്നായുസ്സിൽ പിന്തുടർന്നിടുന്നു അനുദിനവും. യഹോവ തൻ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമാ. യഹോവ തൻ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമാ. യഹോവയാം ദൈവമെൻ ഇടയനത്രേ, ഇകത്തിലെനിക്കൊരു കുറവുമില്ല.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അദ്ധ്യായം 10 വാക്യങ്ങൾ 1 മുതൽ 9 വരെ. അക്കാലത്ത് കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരൊത്തിരി സ്നേഹ ബഹുമാനപ്പെട്ട സന്നിവച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നല്ല സഹോദരങ്ങളെ, തിരുനാൾ ആശംസകൾ വളരെ സന്തോഷത്തോടെ നേരുകയാണ്. വിശുദ്ധ അന്തോനീസ് കത്തോലിക്ക സഭയിലെ ഏറെ പ്രശസ്തനായ വിശുദ്ധനാണ്. വിശുദ്ധ അന്തോനീസ് മരിച്ച് 1 വർഷത്തിനുള്ളിലാണ് വിശുദ്ധ പദവിയിലേക്ക് അന്തോനീസ് ഉയർത്തപ്പെടുന്നത്. വിശുദ്ധ അന്തോനീസിൻ്റെ സാന്നിധ്യം ഏതെല്ലാം ദേവാലയങ്ങളിലും കുരിശിടുകളിലും നമ്മൾ കാണുന്നുവോ അവിടെയെല്ലാം ഓരോ വിശ്വാസിയും അനുഭവിച്ചറിയുന്നത് വലിയൊരു പോസിറ്റീവ് എനർജിയാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒത്തിരി സ്വാധീനിക്കുന്ന വലിയൊരു ഘടകമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ വികസനങ്ങളും. സയൻസിൻ്റെയൊക്കെ വികസനങ്ങൾ ഒത്തിരി മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. ശാസ്ത്രത്തിൽ ഒരു ശാഖയുണ്ട്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. ഇതൊത്തിരി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മനുഷ്യരെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ഓരോ ചിന്തകളും അവൻ്റെ തോന്നലുകളും അവനൊത്തിരി സ്വാധീനിക്കാറുണ്ട്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും. മനുഷ്യരെ ഒത്തിരി നിരാശയിലേക്ക് തള്ളിവിടാറുണ്ട്. എന്തിനീ ജീവിതം? ഡെത്ത് ഈസ് ബെറ്റർ ദാൻ ലൈഫ്. എൻ്റെ ആഗ്രഹങ്ങളൊന്നും എനിക്ക് സാധിക്കുന്നില്ല, എന്നെ അന്വേഷിക്കാൻ ആരുമില്ല, എന്തിനീ ജീവിതം? അവസാനം ഈ ചിന്തകൾ ഈ മനുഷ്യനെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ആത്മഹത്യയിലേക്കാണ്. അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് പറഞ്ഞു തരുന്നത് ആവർത്തിച്ചാവർത്തിച്ച് നെഗറ്റീവ് തോട്ട്സ് മനസ്സിലിട്ട് ഇങ്ങനെ നടക്കുന്നൊരു വ്യക്തി ഉറപ്പാണ് അവസാനം ചെന്ന് ചേരുന്നത് ഈ ആത്മഹത്യയിൽ തന്നെയാണ്. ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഒഴിവാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ബി പോസിറ്റീവ്. ബി പോസിറ്റീവ്, ബി ഹാപ്പി. വിശുദ്ധ അന്തോനീസിൻ്റെ സാന്നിധ്യം പ്രാർത്ഥിക്കുന്ന ഏതൊരു വിശ്വാസിക്കും നൽകുന്നത് ഈ ഒരു പോസിറ്റീവ് എനർജിയാണ്. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവായിട്ട് ഞാൻ ആയിരിക്കണം. അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ ആരും മരിക്കുന്നില്ല എന്നല്ലല്ലോ. എനിക്കറിയാവുന്ന ആർക്കും ഒരു ഒന്നുമില്ലെന്നല്ലല്ലോ. ആർക്കും ഒരു ദുഃഖമൊന്നുമില്ല. എല്ലാ കാര്യവും സുന്ദരമായിട്ട് സുഖമായിട്ട് നടക്കുന്നു എന്ന് അർത്ഥമില്ല ഇവിടെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ. ബി പോസിറ്റീവ്
എന്ന് പറഞ്ഞാൽ ടു ആക്സെപ്റ്റ് ദ റിയാലിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിലെ ഓരോ യാഥാർത്ഥ്യങ്ങളെയും അംഗീകരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ, എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കും. കൊറോണ കാലഘട്ടം നനച്ചിരിക്കാത്ത വേളയിൽ ഒത്തിരി പേരുടെ ജീവിതങ്ങൾ നമ്മളിന്ന് മൺമറഞ്ഞു പോവുകയാണ്. നാളെ ആരുണ്ടാകും എന്നൊരു ഉത്കണ്ഠ ഇന്ന് എല്ലാവർക്കും ഉണ്ട്. അതും പേടിച്ച് നിരാശപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിതം ജീവിക്കാൻ തന്നെ മറന്നു പോകും. വിശുദ്ധ അന്തോനീസ് നമുക്ക് തരുന്ന ഈ ഏറ്റവും സുന്ദരമായ ഈ അനുഗ്രഹം, ബി പോസിറ്റീവ്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. വിശുദ്ധ അന്തോനീസിൻ്റെ രൂപം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താ? ഒരു കയ്യിൽ ഉണ്ണിയേശുവും മറുകൈയിൽ അപ്പവുമാണ്. ഇത് കാണുന്ന വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും സുന്ദരമായ ചിന്ത, ഒരു കയ്യിൽ ഉണ്ണിയേശു, ഒരു കയ്യിൽ ആത്മീയത, മറ്റേ കയ്യിൽ ഉള്ളത് ഭൗതികത, അപ്പമാണ്. വിശക്കുന്നവനോട് വേദം ഓതിയിട്ട് കാര്യമില്ല, അവന് വേണ്ടത് അപ്പമാണ്, ഭക്ഷണമാണ്. വിശുദ്ധ അന്തോനീസിൻ്റെ പക്കൽ ഒത്തിരി ആവശ്യങ്ങളുമായി കടന്നു വരുന്ന നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയുകയാണ്. വിശുദ്ധ അന്തോനീസിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാ? അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ്. ഇവിടെ എല്ലാം സാധ്യമാണ്. മനുഷ്യനത് അസാധ്യമാണ്, പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ്. വിശുദ്ധ അന്തോനീസ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തെ തരികയാണ്. ഇനി ദൈവത്തെ കൂട്ടുപിടിച്ചാൽ ഉറപ്പല്ലേ അസാധ്യമെന്ന് നമ്മൾ കരുതിയ കാര്യങ്ങളൊക്കെ സാധ്യമായിട്ട് തീരുകയാണ്. നല്ല സഹോദരങ്ങളെ, നമ്മളെല്ലാവരെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്ന കാര്യമെന്താണ്? ദേവാലയങ്ങളിൽ കടന്നു വരുന്ന എല്ലാവരും, അതുപോലെ നമ്മുടെ വീട്ടിലെ തിരുനടയിലായാലും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന യേശുവിൻ്റെ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പാകെ നോക്കി നിന്നുകൊണ്ട് മനസ്സിൽ ഭക്തി നിറഞ്ഞ നല്ല പ്രാർത്ഥനയോടെ ആയിരിക്കുന്നിടങ്ങളിൽ മുട്ടിന്മേൽ കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്നത് നിരാശയല്ലല്ലോ, ദുഃഖമല്ലോ. കാരണം കാണുന്ന രൂപം എങ്ങനെയാണ്? ക്രൂശിത രൂപമല്ലേ, മരിച്ചു കിടക്കുന്ന കർത്താവിനെയല്ലേ നമ്മൾ അൾത്താരയിൽ നമ്മൾ കാണുന്നത്. പക്ഷേ എന്നിട്ട് മനസ്സിൽ നിറയുന്നത് എന്താ? നിരാശയല്ല, പ്രതീക്ഷയാണ്. ഈ കർത്താവ് നമ്മുടെ ഏറ്റവും വലിയ ദൈവമായിട്ടൊക്കെ നിലകൊള്ളാൻ കാരണം എന്താ? ഞാൻ ഒറ്റയ്ക്കല്ല. പ്രാർത്ഥിക്കുന്ന വിശ്വാസിക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു സന്ദേശം, നമ്മൾ ആരും ഇവിടെ ഒറ്റയ്ക്കല്ല. ദൈവത്തിന് ഏറ്റവും വലിയ പ്രത്യേകത, ദൈവം എല്ലാവരും ചേർത്ത് പിടിക്കുക. മകനെ മകളെ, നീ എൻ്റെ അടുക്കലേക്ക് വരിക, നീ എൻ്റേതാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. കർത്താവ് നമുക്ക് പങ്കുവെച്ചു തന്ന ഏറ്റവും നല്ല സുന്ദരമായ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് ചേർത്ത് പിടിക്കലിൻ്റെ സുവിശേഷമാണ്. കർത്താവ് ചേർത്ത് പിടി. അതുകൊണ്ട് നമ്മളെല്ലാവരെയും ദേവാലയത്തിലേക്ക് ആകർഷിക്കുന്ന മുഖ്യമായ ഘടകം ഇതാണ്. ഇവിടെ വരുന്ന വിശ്വാസി പറയും, ഈ ദേവാലയത്തിൽ, ഈ ആൾത്താരയിൽ എന്നെ അറിയുന്ന എൻ്റെ കർത്താവ് ഇവിടെ ജീവിക്കുന്നു. ആ കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യമാണ് നമ്മളെല്ലാവരെയും ദേവാലയത്തിലേക്ക് ആകർഷിക്കുന്നത്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അനുഭൂതി എന്താ? ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ ചേർത്ത് പിടിക്കാൻ എൻ്റെ ദൈവമുണ്ട്. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തെ സ്വന്തമാക്കി ആ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച വിശുദ്ധ അന്തോനീസ് നമുക്ക് വലിയൊരു പോസിറ്റീവ് എനർജി തരികയാണ്. നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. OV വിജയൻ്റെ മധുരം ഗായതി എന്ന നോവല്, അതിലെ സ്ത്രീ കഥാപാത്രം നിരാശപ്പെട്ട് ആൽമരച്ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇനി എന്താണ്? ഉത്തരമില്ല. ഇവൾ സ്വയം തീരുമാനിക്കുകയാണ്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെക്കുറിച്ച് ആരും അന്വേഷിക്കാറില്ല, ഇതിനേക്കാൾ നല്ലത് മരണമല്ലേ. അവസാനം മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് ഈ സ്ത്രീ. ഏകയായ സ്ത്രീ നൊമ്പരപ്പെടുന്നുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണീര് വീഴുന്നുണ്ട്. പെട്ടെന്ന് കാറ്റത്ത് വീശുന്ന ആൽമരത്തിൻ്റെ ഇലകൾ ഈ സ്ത്രീയെ തലോടിക്കൊണ്ട് ആൽമരം സംസാരിച്ചു, സ്ത്രീയെ, നമ്മളാരും ഇവിടെ ഒറ്റയ്ക്കല്ല, നീ ഇവിടെ ഒറ്റയ്ക്കല്ല, നിനക്ക് വേണ്ടി ആരൊക്കെയോ എവിടേക്ക് ഇരുന്ന് നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ സുന്ദരമായ ഫലമാണ് നമ്മുടെ എല്ലാവരുടെയും ഈ സന്തോഷം നിറഞ്ഞ ജീവിതം തന്നെ
വീണ്ടും അടിവരയിട്ട് പറയുന്നു, സ്ത്രീയെ നീ ഒറ്റയ്ക്കല്ല, നമ്മളാരും ഒറ്റയ്ക്കല്ല. വിശുദ്ധ അന്തോനീസ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇന്നും ജീവിക്കുന്ന കർത്താവ് നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കുന്നു. ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ വലിയൊരു ജീവിക്കുന്ന സുവിശേഷമായിട്ട് ഉയരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും. വിശുദ്ധ അന്തോനീസ് ജീവിച്ച കാലഘട്ടം അല്ലെങ്കിൽ അന്തോനീസിൻ്റെ ആയുസ് വെറും 36 വർഷമാണ്. 36 വർഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതം 36 വർഷത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, ഇന്നും ജീവിക്കുകയല്ലേ. മരണത്തിനൊപ്പം നീണ്ടു നിൽക്കുന്ന സജീവമായ സാന്നിധ്യത്തിൻ്റെ പേരാണ് വിശുദ്ധ അന്തോനീസ്. മനുഷ്യനെ നമ്മളെല്ലാവരും സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ, ഒന്ന് ടൈം, മറ്റൊന്ന് സ്പേസ്. സമയവും സ്ഥലവും നമ്മളെല്ലാവരും ഒത്തിരി സ്വാധീനിക്കുന്നു. ഈ സമയത്തെ ആശ്രയിച്ചും സ്ഥലത്തെ ആശ്രയിച്ചുമാണ് നമ്മുടെയൊക്കെ വളർച്ചയും നമ്മുടെയൊക്കെ എന്ത് കാര്യവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. നിൻ്റെ സമയം മോശമാണെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി എനർജി പോവും. നീ ആയിരിക്കുന്ന ഇടം നല്ലതാണ്, അപ്പോൾ നിനക്ക് നല്ലതേ വരൂ. അപ്പം നമ്മളെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ് ഈ നമ്മുടെ സമയം, നമ്മുടെ ഈ സ്ഥലം. ഈ കൊറോണ കാലം എങ്ങനെയെങ്കിലും കടന്നു പോകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു വർഷക്കാലം എനിക്ക് ജീവനോടെ ഇരിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ 36 വർഷക്കാലം ജീവിച്ച വിശുദ്ധ അന്തോനീസ് നമുക്ക് തരുന്ന ഏറ്റവും സുന്ദരമായ സന്ദേശം, ജീവിച്ചിരിക്കുന്ന വർഷങ്ങളുടെ എണ്ണമല്ല ഒരു മനുഷ്യൻ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ നേട്ടം. ഒരു മനുഷ്യൻ എത്ര വർഷം ജീവിച്ചു എന്നതിലല്ല പ്രധാനം, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചു എന്നതിലാണ് ഏറെ പ്രശംസനീയം അർഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഈ ക്ലോക്ക് കടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, ക്ലോക്കിൽ സൂചിപ്പിക്കുന്ന സൂചികൾ 10:10 അതൊരു പരസ്യമാണ്. എല്ലാ ക്ലോക്ക് കടയും ഏത് സ്ഥലത്ത് പോയി നോക്കിയാലും നമുക്ക് കാണുവാൻ സാധിക്കും ഈ 10:10. കുട്ടികളൊക്കെ കൗതുകത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എല്ലാ ക്ലോക്ക് കടയിലും ഈ മണിക്കൂറിൻ്റെ സൂചി 10-ലും മിനിറ്റിൻ്റെ സൂചി 2-ലും നിൽക്കുന്നത്? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഒരു കുട്ടി പറഞ്ഞു, അത് എബ്രഹാം ലിങ്കൺ മരിച്ച സമയമാണ് അത് സൂചിപ്പിക്കുന്നത്, പക്ഷെ അതിൽ വലിയ ചരിത്ര പ്രാധാന്യമൊന്നുമില്ല. വേറെ ഒരു കുട്ടി എന്നോട് പറയുകയുണ്ടായി, ഇത് ഈ 10:10 പ്രത്യേകത, അതിൻ്റെ ചരിത്രം നമ്മുടെ മൊബൈലിലേക്ക് കാണുന്ന GMT, ഗ്രീൻവിച്ച് മീൻ ടൈം, ആ സമയവും IST, ഇന്ത്യൻ സ്റ്റാൻഡർഡൈസ്ഡ് ടൈം തമ്മിലുള്ള വ്യത്യാസമാണ് ഈ 10:10. പക്ഷെ അതിലും വലിയ അർത്ഥമില്ല. വേറൊരു പുസ്തകത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, 10:10 പ്രത്യേകത എന്ന് വെച്ചാൽ അത് ക്ലോക്കിലെ പുഞ്ചിരിക്കുന്ന മുഖമാണ്. 10:10 സൂചി നിൽക്കുന്നത് ഒരു V ആകൃതിയിലാണ്, സ്മൈലി പോലെയാണ്. ഈ ക്ലോക്കിലേക്ക് നോക്കുന്ന എല്ലാ മനുഷ്യർക്കും കിട്ടുന്ന വികാരം എന്താണ്? പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് നിൽക്കുന്ന ഒരു ക്ലോക്ക്. നിങ്ങളുടെ സമയം എപ്പോഴും പുഞ്ചിരിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന സമയമായിരിക്കട്ടെ. വിയുടെ മറ്റൊരു പ്രത്യേകത വിക്ടറിയാണ്, വിജയമാണ്. നിങ്ങളുടെ സമയം എപ്പോഴും നിങ്ങൾക്ക് വിജയം നൽകുന്ന നിമിഷങ്ങളായിരിക്കട്ടെ. ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, വിശുദ്ധ അന്തോനീസ് ജീവിച്ച ആയുസിൻ്റെ എണ്ണം വെറും 36 വർഷക്കാലമാണ്. ജീവിച്ച കാലയളവും ജീവിച്ച് പിന്നീട് ദൈവസന്നിധിയിലേക്ക് യാത്രയായിട്ടും വിശുദ്ധനായിട്ട് നമ്മുടെയൊക്കെ മധ്യസ്ഥനായിട്ട് ഇന്നും ജീവിക്കുന്ന വിശുദ്ധ അന്തോനീസ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എന്താണ്? പുഞ്ചിരിക്കുന്ന നിമിഷങ്ങൾ തന്നെയല്ലേ നമ്മുടെയൊക്കെ എല്ലാവരും ജീവിതത്തിൽ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നത്. മനുഷ്യന് വേണ്ടത് ഈ പോസിറ്റീവ് എനർജിയാണ്. പോസിറ്റീവ് എനർജി നമ്മൾ പ്രകടിപ്പിക്കുന്നത് പുഞ്ചിരിയിലൂടെയാണ്. പുഞ്ചിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൽ നമുക്ക് നോക്കിയെടുക്കാൻ സാധിക്കും, അവിടെ ആത്മവിശ്വാസം ഉണ്ടാകും. കോൺഫിഡൻസ് ഈസ് ബിലീഫ്. ആത്മവിശ്വാസമാണ് ശരിക്കും വിശ്വാസം. വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി അനുഭവിക്കുന്നത്, എനിക്ക് സാധിക്കും, എനിക്ക് പറ്റും. നല്ല സഹോദരങ്ങളെ, വിശുദ്ധ അന്തോനീസിൻ്റെ ഈ ഒരു ആത്മീയത, ഒരു കയ്യിൽ ഉണ്ണി യേശു ആത്മീയത, മറുകൈയിൽ എല്ലാവർക്കും വേണ്ടിയുള്ള അപ്പം, നമ്മളും പരസ്പരം പങ്കുവയ്ക്കുക, എല്ലാവരുടെയും ജീവിതത്തിലേക്ക് സന്തോഷമായിട്ട് കടന്നു ചെല്ലുവാൻ സാധിക്കട്ടെ. ഒരു നാൽക്കവലയിൽ ഒരു വിളക്ക് മരം, ആ വഴിയിലൂടെ ഒരു വഴിപോക്കൻ കടന്നുപോയി. വിളക്ക് മരത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചു, ഒരു പേപ്പറിൽ മനോഹരമായി ഇങ്ങനെ എഴുതി വെച്ചു. അദ്ദേഹം എന്തൊരു കൗതുകം തോന്നി വായിച്ചു, എന്താണ് ആ എഴുതിയിരിക്കുന്നത്?
എഴുതിയത് വായിച്ചത് ഇങ്ങനെയാ: ഞാൻ ഒരു വൃദ്ധയായ സ്ത്രീയാണ്, എനിക്ക് കാഴ്ചക്കുറവുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു 50 രൂപ ഈ വഴിക്കവൽ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ അന്വേഷിച്ചു, കിട്ടിയില്ല. ആർക്കെങ്കിലും അത് കിട്ടുകയാണെങ്കിൽ എനിക്കത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ മേൽവിലാസം ഇവിടെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ പെട്ടെന്ന് ആ മേൽവിലാസം നോക്കി. എന്നിട്ട് ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടു പോയ 50 രൂപ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് അദ്ദേഹം പരിധി നോക്കി. കുറേ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി 50 രൂപ കിട്ടിയില്ല. പക്ഷേ ആ മനുഷ്യൻ ഈ അഡ്രസ്സ് തൻ്റെ ഉള്ളം കയ്യിൽ എഴുതിയെടുത്തു. എന്നിട്ട് എന്തോ അലിവ് തോന്നി, അനുകമ്പ തോന്നി, ഇദ്ദേഹം വെച്ചു പിടിച്ചത് ഈ സ്ത്രീയുടെ വീട്ടിലേക്കാണ്. ആ മേൽവിലാസം ചോദിച്ച് വീട്ടിൽ ചെന്നു. വൈകുന്നേരമായി. ഒരരണ്ട വെളിച്ചത്തിൽ ദൂരെ ഈ ഒരു വീട് കണ്ടു. ഒരു ദരിദ്രയായ ഒരു സ്ത്രീയുടെ വീടാണെന്ന് മനസ്സിലാക്കി. അവിടെ ചെന്ന് വാതിൽ മുട്ടി. പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു വൃദ്ധയായ കാഴ്ചക്കുറവുള്ള സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. അമ്മച്ചി അന്വേഷിച്ചാണ് ഞാൻ വന്നത്. ഈ മനുഷ്യൻ പറയേ, എന്തിനാ എന്നെ അന്വേഷിച്ചു വന്നത്? അമ്മച്ചിയുടെ ഒരു 50 രൂപ ആ കവലെ നഷ്ടപ്പെട്ടില്ലേ, അത് എനിക്ക് കിട്ടി, അത് കൊണ്ടുവന്ന് തരാൻ വേണ്ടി വന്നതാണ്. ഈ അമ്മച്ചിയുടെ മുഖം പ്രസാദിച്ചു, വലിയൊരു പ്രകാശം. ഒത്തിരി സന്തോഷത്തോടെ തൻ്റെ പക്കലേക്ക് നീട്ടി 50 രൂപ വാങ്ങിക്കുവാൻ വേണ്ടി ഈ അമ്മ കൈ നീട്ടി. അമ്മ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു മറുപടിയായി, ഒത്തിരി നന്ദി മകനെ, എന്നെ തിരക്ക് ഇവിടം വരെ വന്നല്ലോ, നേരെ ഒത്തിരി ആയില്ലേ, ഒത്തിരി നന്ദി, പ്രാർത്ഥിക്കാം, മകൻ പൊയ്ക്കോൾ. ഈ മനുഷ്യൻ ഞാൻ വലിയൊരു പ്രവൃത്തി ചെയ്തു. ആ ഒരു അനുഭൂതിയോടുകൂടെ തിരികെ നടക്കുമ്പോൾ ഈ സ്ത്രീ പിന്നിൽ നിന്ന് വിളിച്ചു, ഒന്ന് നിൽക്കണേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. സത്യം പറയുകയാണെങ്കിൽ അമ്മ പറഞ്ഞു തുടങ്ങി, മകനെയും ചേർത്തുകൊണ്ട് ഇതിപ്പോൾ 48ാമത്തെ ആളാണ് ഈ 50 രൂപയുമായിട്ട് എന്നെ സഹായിക്കാൻ എനിക്ക് തരുവാൻ ഇവിടെ വരുന്നത്. കഴിയുമെങ്കിൽ ഇനി ചെല്ലുമ്പോൾ ആ വഴിക്കവലയിൽ ഞാൻ തൂക്കിയിടാത്ത ആ വിളക്ക് മരത്തിലെ ആ പേപ്പർ എടുത്തു മാറ്റണം. ഇനി എന്തിനാണ് മനുഷ്യരെ ബുദ്ധിമുട്ടിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? ഒത്തിരി നന്ദി, പ്രാർത്ഥിക്കാം. ഈ മനുഷ്യൻ ഇത് കേട്ടപാടെ വഴിയിലേക്ക് പോവുകയെ. വഴിയിൽ ചെന്നപ്പോൾ വേറൊരു മനുഷ്യൻ അന്വേഷിച്ച് വരികയാണ്, ഈ സ്ത്രീയുടെ വീട് എവിടെയാണ്? ആ മനുഷ്യനും ഈ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി 50 രൂപയായിട്ട് വരികയാണ്. ആരുടെ മനസ്സിൽ ഉദിച്ച ആശയമാണ് ഇത്? നല്ല സഹോദരങ്ങളെ, നമുക്ക് മനസ്സുണ്ടോ? സഹായിക്കുവാൻ സാധിക്കും. കാണാതെ പോയ വസ്തുക്കളെ കണ്ടെത്തി തരുന്ന സാന്നിധ്യത്തിൻ്റെയും ശക്തിയുടെയും പേരാണ് വിശുദ്ധ അന്തോനീസ്. ജീവചരിത്രം നമുക്കെല്ലാവർക്കും കാണാപ്പാഠമാണ്. നല്ലൊരു വചന പ്രഘോഷകനാണല്ലോ വിശുദ്ധ അന്തോനീസ്. വിശുദ്ധ അന്തോനീസ് പ്രസംഗം ഒരുങ്ങി, പേപ്പറിൽ എഴുതിയെല്ലാം വെച്ചു. കുളിക്കാൻ പോയ സമയത്ത് ആരും വന്ന് എടുത്തുകൊണ്ട് പോയെന്നാണ് ചരിത്രം പറയുന്നത്. ഇദ്ദേഹം വന്ന് നോക്കിയപ്പോൾ പേപ്പർ കാണാനില്ല, എഴുതിയ പ്രസംഗം കാണാനില്ല. ആരെ എടുത്തുകൊണ്ട് പോയെന്ന് അറിയത്തില്ല. വിശുദ്ധ അന്തോനീസ് പ്രാർത്ഥിച്ചു, എൻ്റെ കാണാതെ പോയ ഈ പേപ്പർ എനിക്ക് കാണിച്ചു തരണമേ. പ്രാർത്ഥിച്ച നിമിഷങ്ങൾ കഴിഞ്ഞില്ല, എടുത്തുകൊണ്ടുപോയ മനുഷ്യൻ തിരികെ തൻ്റെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു എന്നാണ് ജീവചരിത്രം പങ്കുവെച്ച് തരുന്നത്. അങ്ങനെ തിരുസഭ വിശുദ്ധ അന്തോനീസിനെ പ്രഖ്യാപിച്ചു, കാണാതെ പോയ വസ്തുക്കളെ കണ്ടെത്തിത്തരുന്ന വലിയൊരു മധ്യസ്ഥൻ്റെ പേരാണ് വിശുദ്ധ അന്തോനീസ്. ജീവിതത്തിൽ നമ്മൾക്ക് പലതും കാണാതെ പോവാറുണ്ട്. അതേസമയം നമുക്ക് സ്വയം ചിന്തിക്കാം, കാണേണ്ടത് പലതും നമ്മൾ കാണാറില്ലല്ലോ. വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളിലേക്ക് തന്നെ നോക്കുക. എനിക്ക് സാധിക്കുമില്ലേ എൻ്റെ കുടുംബത്തെ ഇനിയും കുറേ കൂടി നന്നായിട്ട് സ്നേഹിക്കുവാൻ? എൻ്റെ പങ്കാളിയെ ഞാൻ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ? എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിട്ടുണ്ടോ? എൻ്റെ കുടുംബത്തിന് ഞാൻ നല്ലൊരു മാതൃകയായ ഒരു മകനായിട്ട്, സഹോദരനായിട്ട്, ഭർത്താവായിട്ട്, ഭാര്യയായിട്ട്, അപ്പനായിട്ട്, അമ്മയായിട്ടൊക്കെ എനിക്ക് ജീവിക്കാൻ സാധിച്ചോ? കാണാതെ പോയ വസ്തുക്കളെ തേടിപ്പോകുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ അതേസമയം തന്നെ കാണേണ്ടത് പലതും കാണാതെ പോകുന്നു, മനസ്സിലാക്കേണ്ടത് പലതും മനസ്സിലാക്കാതെ പോകുന്നതും വലിയൊരു പരാജയം തന്നെയല്ലേ? പലപ്പോഴും നമ്മൾ ചിന്തിക്കാറ്, ഞാൻ ചെയ്തു ഒത്തിരി തെറ്റുകൾ. അതേസമയം ചിന്തിക്കുക, ഞാൻ ചെയ്യാതെ പോയ ഒത്തിരി നന്മകൾ എൻ്റെ ജീവിതത്തിൽ ഇനിയും ബാക്കിയില്ലേ?
ഒത്തിരി നന്മകൾ ചെയ്ത് തെറ്റുകളെല്ലാം ഉപേക്ഷിച്ച് നല്ല ആത്മീയത നിറഞ്ഞ ജീവിതം നയിക്കുവാൻ വിശുദ്ധ അന്തോനീസ് നമ്മളെ പ്രേരിപ്പിക്കുകയും ഭയമില്ലാതെ സ്വപ്നം കാണുക, അളവില്ലാതെ സ്നേഹിക്കുക. വിശുദ്ധ അന്തോനീസ് ഭയമില്ലാതെ സ്വപ്നം കണ്ടു. കർത്താവിൻ്റെ വചനം എല്ലാവർക്കുമായി വ്യാഖ്യാനിച്ചു കൊടുത്തു. എല്ലാവർക്കുമായിട്ട് കർത്താവിൻ്റെ സന്ദേശം എത്തിച്ചു. എല്ലാവരുടെയും മനസ്സുകളിലെ കർത്താവിൻ്റെ സന്തോഷം നിറച്ചു കൊടുത്തു വിശുദ്ധ അന്തോനീസ്. എന്നിട്ട് അളവില്ലാതെ എല്ലാവരെയും സ്നേഹിച്ചു. ജീവിതത്തിൽ മനുഷ്യൻ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്ന ഈ 2 ദൗത്യങ്ങൾ തന്നെയല്ലേ? ഭയമില്ലാതെ സ്വപ്നം കാണുക, അളവില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുക. ദെർ ഈസ് ഓൾവേസ് എ ബെറ്റർ വേ ഓഫ് ഡൂയിങ് ദീസ്. എപ്പോഴും ചിന്തിക്കുക, ഇതിനേക്കാൾ മികച്ച രീതിയിൽ എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. നല്ല സഹോദരൻ, ഞാൻ ആരംഭിച്ചത് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജീവിതത്തിൽ നല്ല പോസിറ്റീവ് എനർജി വേണോ? ദൈവത്തെ കാണുക, ദൈവത്തെ കേൾക്കുക. വിളവധികം വേലക്കാരോ ചുരുക്കം, അതുകൊണ്ട് വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയെന്ന് വചനം നമ്മളിന്ന് വായിച്ച് കേട്ടു. വിളവധികമാണ്, എന്നാൽ വേലക്കാർ ചുരുക്കം, സുവിശേഷ പ്രഘോഷകർ ചുരുക്കം. അതുകൊണ്ട് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക, വേലക്കാരെ അയക്കുവാൻ. നമ്മളെല്ലാവരും വേലക്കാരാണ്. കൊയ്തെടുക്കണം. കൊയ്തെടുക്കുക എന്ന് വെച്ചാൽ നൽകുകയെന്നാണ്. സമാധാനം നൽകുക, സന്തോഷം നൽകുകയെന്നാണ്. നമ്മളെല്ലാവരും കൊയ്ത്തുകാരാണ്. എല്ലാ വിശ്വാസികളും നല്ല കൊയ്ത്തുകാരാണ്. കൊയ്യേണ്ടത് സമാധാനമായിരിക്കണം, സന്തോഷമായിരിക്കണം. എന്നിട്ട് പരസ്പരം പങ്കുവയ്ക്കുക. പങ്കുവയ്ക്കുന്നിടത്തല്ലേ വെൻ ജോയ് ഈസ് ഷെയർഡ് ഇറ്റ് ഈസ് ഡബിൾഡ്. സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ അത് ഇരട്ടിക്കുക. വെൻ സോറോ ഈസ് ഷെയർഡ് ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ്. സങ്കടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സങ്കടങ്ങൾ ഇല്ലാതാവുകയെ. വിശുദ്ധ അന്തോനീസിൻ്റെ ഈ സാന്നിധ്യം, സജീവമായ മാധ്യസ്ഥ ശക്തി നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. അങ്ങനെ എപ്പോഴും ചിന്തിക്കുക, എനിക്ക് സങ്കടങ്ങളൊന്നുമില്ല, ഞാനിവിടെ ഒറ്റയ്ക്കല്ല. എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ, എന്നെ തേടി എന്നെ ചേർത്ത് പിടിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെപ്പോഴും കൂടെയുണ്ട്. നല്ല സഹോദരങ്ങളെ, വിശുദ്ധ അന്തോനീസ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ എപ്പോഴും അനുഭവിക്കാൻ സാധിക്കട്ടെ. കർത്താവിൻ്റെ വചനം മനസ്സിലാക്കി, കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നല്ല വെളിച്ചത്തിൽ ഒത്തിരി നന്മകൾ ചെയ്ത് മുന്നോട്ട് ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്നുണ്ട് ദൈവത്തിലെ വിശ്വാസം പ്രഖ്യാപിച്ച് ആലപിക്കാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാമെല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നു ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും
സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നുമിറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നും റൂഹായാൽ ധന്യ ശരീരമെടുത്തു നരനായി. പോന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നം ലീഗീതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറിയിരുന്നരുളുന്നു തൻ പിതാവിൻ വലപാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും കാനേയനിൽ നിന്നും ചെമ്മൈ പുറപ്പെടും പാവനാത്മാവിൽ താതനും ചാതനും ഒന്നിച്ചു നിത്യം സ്തുത്യനും പൂജനുമാകും റൂഹായിൽ. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റമുറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നേത് കത്തോലിക്ക സഭയിൽ പാപവിമോചനമേകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യ പ്രഖ്യാപിക്കുന്നീ. മൃത്യു വരിച്ചവർക്കുള്ളൊരുയർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റമുറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. നല്ല സഹോദരങ്ങളെ, എപ്പോഴും നമ്മളെ കാത്തുപരിപാലിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ മുമ്പാകെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെയും കുടുംബങ്ങളിൽ അവിടുത്തെ സ്നേഹവും സമാധാനം എന്നും എപ്പോഴും അനുഭവിക്കുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിറവേറ്റുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെല്ലാ തൊഴിൽ മേഖലകളിൽ നല്ല സമൃദ്ധി നൽകുകയും ഞങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളിലൊക്കെ നല്ല പരിഹാരം കാണിച്ചു തരികയും ഒരാപത്തിനൊപ്പം വരുത്താതെ ഞങ്ങളെല്ലാവരെയും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജീവിത പങ്കാളി, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ,
രോഗികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരെയും നല്ല കരുതലോടെ ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുവാനും രോഗികളായ സഹോദരങ്ങൾക്ക് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് സൗഖ്യം നൽകുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അങ്ങേ സഭയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന എല്ലാ സന്യസ്തരെയും വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയ ദൈവവിളിയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകത്തെമ്പാട് അങ്ങയുടെ സുവിശേഷം പ്രഘോഷിച്ച് അങ്ങേ നാമത്തെ മഹത്വപ്പെട്ട് ജീവിക്കുന്ന ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും എല്ലാ വൈദികരെയും എപ്പോഴും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഈ ഇടവകയിലെ വിശുദ്ധ അന്തോനീസിൻ തിരുനാൾ ആഘോഷിക്കാൻ ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഈ തിരുനാൾ ആഘോഷം വഴി ഞങ്ങളെല്ലാ കുടുംബങ്ങളിലും കൂടുതൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് ഒരു നിമിഷം മൗനമായി ആരുമായിട്ട് പങ്കുവയ്ക്കാത്ത നമ്മുടെ ഉത്കണ്ഠകളും പ്രയാസങ്ങളും ഈ ആൾത്താരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. നിൻ ജീവനിൽ ദിവ്യവീരുന്നാകുവാൻ പൊടിയുന്നു ഞാനും ബലിവേദിയിൽ. നിൻ ജീവനിൽ ദിവ്യവീരുന്നാകുവാൻ പൊടിയുന്നു ഞാനും ബലിവേദിയിൽ. തിരുമുൻപിലെ മെഴുതിരിയായി ഞാൻ ഉരുകുന്നു നാളും തെളിഞ്ഞിടുവാൻ. തിരുമുൻപിലെ മെഴുതിരിയായി ഞാൻ ഉരുകുന്നു നാളും തെളിഞ്ഞിടുവാൻ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഇവരെ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് ഏകജാതൻ്റെ പീഡാസകനം ഓർത്തുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ച ഈ കാണിക്കകൾ തെളിവാർന്ന കാരുണ്യത്തോടെ അങ്ങ് കടാക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മന അനുഗ്രഹത്താൽ ഈ കാണിക്കകൾ സമ്പൂരിതമാക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആ സ്നേഹം ഉത്തേജിപ്പിക്കുകയും ചെയ്യണമേ. ഈ സ്നേഹത്താലാണല്ലോ വിശുദ്ധ അന്തോനീസും എല്ലാ ശാരീരിക പീഡനങ്ങളും തരണം ചെയ്തത്.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത്യുതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ അന്തോനീസിൻ്റെ വിസ്മയമഹമായ പ്രഖ്യാപനത്താൽ അങ്ങേ സഭയെ നവചൈതന്യത്തോടെ എപ്പോഴും ഫലദായകമാക്കുകയും അങ്ങേ സ്നേഹത്തിൻ്റെ ഉറപ്പാർന്നടയാളം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. കൂടാതെ അങ്ങേ രക്ഷാകര രഹസ്യം പൂർത്തീകരിക്കുവാൻ വിശുദ്ധ അന്തോനീസിൻ്റെ സ്തുത്യർഹമായ മാതൃക വഴി ഞങ്ങൾ പ്രചോദിതരാകുകയും ഭക്തി നിർഭരമായ മാധ്യസ്ഥം വഴി ഞങ്ങൾ നിരന്തരം പരിപോഷിതരാകുകയും ചെയ്യുന്നു. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞുമാകിയും വിൺവിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞുമാകിയും വിൺവിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യ ഉദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കുവാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ
അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, ഞങ്ങൾക്കായി നീ മരിച്ചു, ഉത്ഥാനം ചെയ്തു നീ സത്യമായും വിശ്വസിക്കും നീ രഹസ്യങ്ങൾ കാത്തിരിക്കുന്നു നിൻ ആഗമനം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ രക്ഷാകരമായ പീഡാസകനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ സാധിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിലൊരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയ രക്തസാക്ഷികളോടും ഞങ്ങളെ തിരുനാളിൽ കാരണഭൂതനായ വിശുദ്ധ അന്തോനീസിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമേ. അങ്ങേ ദാസനായ ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങൾ രൂപത അധ്യക്ഷന്മാരായ എല്ലാ മെത്രാന്മാരോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളെ മൃതിയടഞ്ഞ സഹോദരങ്ങളെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ
സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം മാറിടുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിൽ
അൾത്താരയാണെൻ്റെ ഉള്ളം സ്നേഹരാജ നീ വരമോ ആരാധനാ സ്തുതി പാടി സ്വീകരിക്കാൻ സ്നേഹമോടെ പ്രാണനാഥൻ എൻ പ്രാണനദിൽ അറിയാത്തൊരനുഭൂതി പകരും പ്രാണനാഥൻ എൻ പ്രാണനദിൽ അറിയാത്തൊരനുഭൂതി പകരും വാവായി ആലയത്തിൽ വാവായിശോ വാഴുവാനാ വാവായി ആലയത്തിൽ വാവായിശോ വാഴുവാനാ. എന്നെ മെനഞ്ഞൊരാ കൈകളിൽ ഉള്ളം തഴുകി തലോടിടുമ്പോൾ പിരിയാത്ത പാപവും നോവുകളും തിരികെ വരാനായ യാത്രയാകും സ്വർഗം വിരുന്നിനെത്തുന്നു എന്നിൽ കാരുണ്യത്തിരയിളകുന്നു സ്വർഗം വിരുന്നിനെത്തുന്നു എന്നിൽ കാരുണ്യത്തിരയിളകുന്നു വാവായി ആലയത്തിൽ വാവായിശോ വാഴുവാനാ വാവായി ആലയത്തിൽ വാവായിശോ വാഴുവാനാ. നല്ല സഹോദരങ്ങളെ, ഒത്തിരി സന്തോഷമുണ്ട്. ഈ ജൂൺ 13 വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ തന്നെ അച്ഛനകം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കുവാനും ഒരു എളിയ വചന സന്ദേശം നൽകുവാനും എനിക്ക് സാധിച്ചതിൽ എന്നെ ക്ഷണിച്ച സനുവച്ചന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അച്ഛൻ്റെ വലിയ സ്നേഹത്തിനും അതുപോലെ പലപ്പോഴും വിളിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട് അച്ഛൻ്റെ ആ വലിയ മനസ്സിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ അച്ഛനികം ഈ പള്ളിയിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിലും വലിയ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ. നമ്മളെല്ലാവരും ഒരുമിച്ച് കൊറോണ വൈറസിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ആശംസകളും സന്തോഷവും നല്ല സമാധാനത്തോടെ നേരുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവരിലും സ്വർഗീയ വിരുന്ന് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ദൃഢീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ വിശ്വാസദാനം അതിൻ്റെ സമഗ്രതയിൽ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുകയും വെളിപ്പെടുത്തപ്പെട്ട രക്ഷാമാർഗത്തിലൂടെ ചരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സന്തോഷത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സർവശക്തനായ ദൈവമേ,
കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നടന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ നിന്നു കൈക്കൊരുന്നുമായി നിന്നിൽ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ തൃപ്തരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായ അനുഗ്രഹിക്കണേ സർവശക്തനായ ദൈവമേ കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നടന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോ എൻ പ്രവൃത്തികൾ സമസ്തവും നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാൻ തരുവരം സർവശക്തനായ ദൈവമേ കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നടന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. ഈ ദേവാലയത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിൻ്റെ 790 ചരമദിന തിരുനാള് ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഈ ദേവാലയത്തിൽ വന്ന് തിരുനാൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച ആലപ്പുഴ രൂപത കാറ്റഗിസം മുൻ ഡയറക്ടർ ബഹുമാനപ്പെട്ട റെൻസൻ പൊള്ളയിലച്ഛന് ഏറ്റവും സ്നേഹപൂർവ്വം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ബാംഗ്ലൂർ ധർമ്മരാം കോളേജിൽ കാനൻ ലോയിൽ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട റെൻസൻ അച്ഛൻ. ഇപ്പോൾ ഓൺലൈനിലാണ് അച്ഛൻ്റെ ക്ലാസ്. ചെല്ലാനത്താണ് അച്ഛൻ്റെ വീട്. നമ്മുടെ ഇടവകയോടുള്ള കരുതലിനും ഈ പ്രത്യേക സാഹചര്യത്തിൽ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ബലിയർപ്പിച്ചതിനും ഒരുപാട് നന്ദിയും തുടർവഴിയിലെ വിശുദ്ധ അന്തോണീസിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥവും അച്ഛനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാൾ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് ഈ മാനദണ്ഡങ്ങളിൽ ഒതുങ്ങി ലളിതമായി നടത്താൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. ഈ കഴിഞ്ഞ 10-ാം തീയതി ഈ ഇടവകയിൽ 5 മാസക്കാലത്തെ ഡീക്കൻ ശുശ്രൂഷയ്ക്കായി എത്തിച്ചേർന്ന ഡീക്കൻ ജെറിൻ തേനായൻ, ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ഡെറിനെ എല്ലാവരുടെയും പേരിൽ ഔദ്യോഗികമായി ഇടവക സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിരൂപതയിൽ നിന്ന് നമ്മുടെ ഇടവക ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായി നിയമിച്ച അധികാരികൾക്ക് നന്ദി പറയുന്നു. CMI കൊച്ചി പ്രൊവിൻസ് അംഗമാണ് ഡീക്കൻ ഡെറിൻ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാഞ്ഞൂരടുത്ത് വെള്ളാരപ്പള്ളി ഇടവക അംഗം. തിരുപ്പട്ടത്തിനു വേണ്ടി ഏറ്റവും അടുത്ത ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡെറിന് ഈ ഇടവകയിൽ ഇനിയുള്ള നാളുകളിൽ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽത്താരയിൽ വെച്ചിട്ടുള്ള പൂക്കൾ ഒരുക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സാണ്. സിസ്റ്റേഴ്സിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എല്ലാ കാര്യത്തിനും ഓടി നടന്ന് അൾത്താര മനോഹരമാക്കാൻ സഹായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കപ്പ്യാർ, അൾത്താര ശുശ്രൂഷികൾ, മാലാഖമാരുടെ കീർത്തനം പോലെ ഗീതങ്ങൾ 3 കുർബാനയ്ക്കും ആലപിച്ച ഗായക സംഘം, ഏറ്റവും പ്രിയപ്പെട്ട കൈക്കാരന്മാർ ശ്രീ റിജോ പള്ളിച്ചിറ, ശ്രീ ജോമോൻ കമ്പോളത്ത്, വൈസ് ചെയർമാൻ ശ്രീ സജി കാരാപ്പള്ളി, 3 പേരുടെയും വലിയ സാന്നിധ്യത്തിനും കരുതലിനും സേവന സന്നദ്ധതയ്ക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, യൂണിറ്റ് ഭാരവാഹികൾ, ഭക്തസംഘടനാ പ്രവർത്തകർ എന്നിവർക്കും ഏറെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കൃത്യമായി പകർന്നു കൊടുക്കാൻ ഈ മീഡിയയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ഡെൻ നെറ്റ്വർക്ക്, ചേർത്തല ലൈവ്, വൈക്കം വിഷൻ, പള്ളിയുടെ ഫേസ്ബുക്കും യൂട്യൂബും കൈകാര്യം ചെയ്യുന്നവർ,
ജിബിൻ സൗണ്ട് വൈക്കം ഏറെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും തിരുനാളിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഓരോ കരങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം പ്രാർത്ഥനയിൽ പരസ്പരം നമുക്ക് കണ്ടുമുട്ടാം. എത്രയും വേഗം ഈ മഹാമാരിയെ അതിജീവിച്ച് ഒരുമിച്ച് ദേവാലയത്തിൽ ഒന്നു ചേർന്ന് ബലിയർപ്പിക്കാൻ ഈ പുണ്യവാൻ നമ്മളെ സഹായിക്കട്ടെ. ഈ ദേശത്ത് വസിക്കുന്ന നാനാജാതി മതസ്ഥരുടെയും ഓരോ ചൊവ്വാഴ്ചയും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും പ്രാർത്ഥനകൾ ഈ ദേവാലയത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ ഉപയുക്തമാകട്ടെ എന്ന് യാചിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സാധാരണ കോവിഡ് ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ഈ ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, നൊവേന, ആരാധന, 10 മണിക്ക് ജപമാല, 10:30 മണിക്ക് ആഘോഷമായി വിശുദ്ധ കുർബാന, നൊവേന, അഭിഷേക ആരാധന, തൈലാഭിഷേകം, നേർച്ചക്കഞ്ഞി, വൈകുന്നേരം 5:30 ആഘോഷമായി വിശുദ്ധ കുർബാന, ആരാധന, നൊവേന. ഇവയാണ് സാധാരണ ചൊവ്വാഴ്ചകളിൽ ഇവിടെ നടക്കുന്ന തിരുക്കർമ്മങ്ങൾ. കോവിഡ് എല്ലാം മാറി വീണ്ടും പഴയ സ്ഥിതിയിൽ ചൊവ്വാഴ്ചയിൽ നമുക്ക് കണ്ടുമുട്ടാം എന്ന വലിയ പ്രത്യാശയോടെ പരസ്പരം നിങ്ങളെ ഓരോരുത്തരെയും ഈ അൾത്താരയിൽ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥത്തിൽ ഒരിക്കൽ കൂടി ചേർത്ത് വെച്ച് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ അയക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുതപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാൻ ആഗതനായ ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവനന്മയിൽ സമ്പന്നനുമായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങൾക്ക് എന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി ഇങ്ങ് നൽകിയല്ലോ. തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മിക ഗുരുവുമായി വിശുദ്ധന്റെ യോഗ്യതകൾ വഴി എളിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധന്റെ സന്നിധിയിൽ എവിടെയായിരിക്കുന്നു അവിടെ ആയിരുന്നു കൊണ്ട് തന്നെ കരയുന്നവരുണ്ട്. ഓരോ ജീവിത നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നവരുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും യാചനകളും തിരുമുമ്പിലേക്ക് സമർപ്പിച്ച്, പുണ്യവാനെ ഞങ്ങൾക്ക് കുറച്ചുകൂടി ബലം നൽകണമേ, ഞങ്ങൾക്ക് കുറച്ചുകൂടി സംരക്ഷിക്കണമേ, ഞങ്ങൾക്ക് കാവലായി കൂടെ ഉണ്ടാകണമേ. നമുക്കൊരുമിച്ച് യാചിക്കാം. ഓ ധന്യനായ വിശുദ്ധ അന്തോണീസേ, നന്മകളുടെ നിറകുടവ്, എളിമയുടെ ദർപ്പണവുമായ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനോ ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിന് കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ സകല രോഗികളായിട്ടുള്ളവര് വിശുദ്ധ അന്തോണീസിന്റെ നാമം സ്വീകരിച്ച് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതര മെത്രാപ്പോലീത്തന് വികാരി കരിയിൽ പിതാവിന്, അതിരൂപതയിൽ സേവനം ചെയ്യുന്ന ആന്റണി നാമധാരികളായിട്ടുള്ള വൈദികരെ, നമുക്കറിയാവുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആന്റണി നാമധാരികളായിട്ടുള്ള വൈദികര്, ഈ കോവിഡ് കാലത്ത് ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന നിയമപാലകര്, നഴ്സുമാര്, മറ്റാരോഗ്യ പ്രവർത്തകര്, പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ള എല്ലാവരെയും വിശുദ്ധൻ്റെ കൈകളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ച്
പരമപിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ശാന്തന് സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഇന്ന് കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും. ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അപേക്ഷിച്ച ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസേ, എല്ലാവിധ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്കങ്ങ് ശക്തമായ തുണയായിരിക്കണമേ. ഉദാരതയും സ്നേഹവുമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവെക്കാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. നിത്യനായ ദൈവമേ, ഇവിടെ സന്നിഗ്ധരായിരിക്കുന്ന അങ്ങയുടെ മക്കളിൽ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യ നവമായി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവ്വവരെ ഊർജ്ജസ്വലരാകാൻ ഇടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിത പ്രതിസന്ധികളിൽ അചഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവതൃക്കരങ്ങളിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിളസമൃദ്ധിയും തൊഴിൽ സ്ഥിരതയും വ്യവസായിക നീതിയും വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹിക സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്ക് ലഭ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഒടുലുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്താൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതീ യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടാനും കൃപയറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്ക് അടിമയായവർക്ക് ബന്ധനത്തിൽ നിന്ന് മോചനവും സൗഖ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശാരീരിക അസുഖങ്ങളാലും മാനസിക വ്യതകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാചിക ശക്തിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയരായിരിക്കുന്നവർക്ക് മോചനവും സൗഖ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കുവാനും അതുവഴി അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. മരണാസന്നർക്ക് പ്രത്യാശയും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും, പ്രത്യേകിച്ച് കോവിഡ് പകർച്ചവ്യാധിയിലും മരണപ്പെട്ടു പോയ സകലർക്കും നിത്യസമ്മാനം പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ, അങ്ങേ വിശ്വസ്തദാസനായ വിശുദ്ധ അന്തോണീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താൽ ധന്യനാക്കുന്നതിന് അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങേ കൃപാകടാക്ഷത്താൽ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി
ഞങ്ങളെ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോനീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ആശ്രയം തേടി അങ്ങേ പാദത്തിൽ വന്നിടുന്ന ആർത്തരെ കൈവിടാതെ കാത്തുപാലിക്കതാ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോനീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ സ്തുതിച്ച് വിശുദ്ധ അന്തോണീസ് വഴി നമുക്ക് കിട്ടിയ എല്ലാ കൊച്ചു നിയോഗങ്ങൾ ഉപകാരസ്മരണകൾക്കുമായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപാനിധിയായ ദൈവമേ, ക്ലേശതരം രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോണീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവരെ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് നന്ദി പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളിലും നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും പോകുന്ന വഴികളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അഴുകാത്ത നാവേ, അനശ്വരനാവേ, അഭിഷേക വചനത്തിൻ നിറവേ. അഴുകാത്ത നാവേ, അനശ്വരനാവേ, അഭിഷേക വചനത്തിൻ നിറവേ. അനശ്വര സ്നേഹപിതാവാം ദൈവത്തിൻ അവദാനമെത്രയോ വാഴ്ത്തി. നീ അനവധ്യ സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണമാം നാവേ, നീ എത്ര സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണമാം നാവേ, നീ നല്ല ദൈവത്തെ വാഴ്ത്തി. ഓ ഭാഗ്യപൂർണമാം നാവേ, നീ എത്ര സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണമാം നാവേ, നീ നല്ല ദൈവത്തെ വാഴ്ത്തി. അഴുകാത്ത നാവേ, അനശ്വരനാവേ, അഭിഷേക വചനത്തിൻ നിറവേ.